അടുത്തതായിട്ട് നമുക്ക് എന്താണ് കീവേഡ്സ് എന്ന് നോക്കാം. Keywords are reserved words in Python that have special meanings. They are used to define the syntax and structure of the Python language. You cannot use keywords as variable names, function names, or identifiers. അപ്പോൾ നമ്മുടെ പൈത്തണിനകത്ത് ഓൾറെഡി കുറച്ച് റിസർവ്ഡ് ആയിട്ട് ഉള്ള വേർഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വേർഡ്സിനൊക്കെ കുറച്ച് സ്പെഷ്യൽ മീനിങ്സ് ഉണ്ട്. അതായത് ഈ ഓരോ കീവേഡിനും ഓരോ പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ഫ്രം സ്ക്രാച്ച് ഇരുന്ന് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ചിലപ്പോൾ പൈത്തണിനകത്ത് ഇങ്ങനെ ഒരു കീവേഡിനകത്ത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ വേർഡ് യൂസ് ചെയ്ത് നമുക്ക് കോഡ് ചെയ്താൽ മതി. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആ ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ടാസ്ക് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ അല്ലാണ്ട് കോഡ് ചെയ്താൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് പകരം ഈ കീവേഡിൽ ഏതെങ്കിലും ആ ഒരു ഓപ്പറേഷൻ വരുന്ന ആ ഒരു കീവേഡ് കോൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടാസ്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന വേർഡ്സ് ആയതുകൊണ്ട് തന്നെ ഈ കീവേഡ്സിനെ ഒന്നും നമ്മൾ വേറൊരു പേർപ്പസിനും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ ആ ഒരു കീവേഡിന് അതിന്റെ ഫങ്ഷനാലിറ്റി നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഈ കീവേഡ്സ് എല്ലാം അതിന്റെ ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ എന്താണോ അത് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് വേരിയബിൾസിന്റെ നെയിം കൊടുക്കും, നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട് അതിന് നമ്മൾ നെയിം കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നെയിം കൊടുക്കുന്ന ടൈമിൽ ഒരിക്കലും ഈ റിസർവ്ഡ് ആയിട്ട് ഇരിക്കുന്ന വേർഡ്സ്, അതായത് കീവേഡ്സിന് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടേതായിട്ടുള്ള വേറൊരു യൂണിക് നെയിം വേണം കൊടുക്കാൻ. ഓക്കെ, റിസർവ് ആയിട്ട് വെച്ചേക്കുന്ന ഈ വേർഡ്സിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ കാണും. ഓക്കെ, അപ്പോൾ അത് മാത്രമേ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാവുള്ളൂ. സോ കുറച്ച് എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ഇതുപോലെ ഇഫ്, എൽസ്, എലിഫ്, ഫോർ, വൈൽ, അങ്ങനെ ഒരുപാട് പൈത്തൺ കീവേഡ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോഡ് ചെയ്ത് പോകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പൈത്തന്റെ കീവേഡ്സ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇതാ ഈ കാണുന്ന ഒരു കോഡ് ജസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു പുതിയൊരു സെല്ലിൽ എടുത്തിട്ട് ഇതാ ഈ ഒരു ഇമ്പോർട്ട് കീവേഡ് ദെൻ പ്രിന്റ് കീവേഡ് ഡോട്ട് KW ലിസ്റ്റ് കീവേഡ് ലിസ്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തേക്കുന്ന പൈത്തന്റെ വേർഷൻ ഏതാണോ ആ വേർഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കീവേഡ്സും നമുക്ക് ഒറ്റയടിക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതല്ലാണ്ട് നമുക്ക് ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. ഐഡന്റിഫയേഴ്സ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കീവേഡ്സ് ഓൾറെഡി പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള വേർഡ്സ് അല്ലേ, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെയുള്ള വേർഡ്സ് ആണ്. ഇതല്ലാണ്ട് ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു യൂസർ കൊടുക്കുന്ന നെയിം കാണും. അതായത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മളായിട്ട് ഫങ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, നമ്മളായിട്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യും, ഇതിനൊക്കെ നെയിം കൊടുക്കുന്നത് നമ്മളായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നെയിംസിനെയൊക്കെ നമ്മൾ ഐഡന്റിഫയേഴ്സ് എന്നാ പറയുക. ഓക്കെ, ഇൻ സിമ്പിൾ ടേംസ് എനി നെയിം യു ഗീവ് ടു എ യൂസർ ഡിഫൈൻഡ് ഐറ്റം ഇസ് കോൾഡ് ആൻ ഐഡന്റിഫയർ. അതായത് പ്രോഗ്രാമറായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണെങ്കിൽ ആ ഒരു പേരിന് നമ്മൾ ഐഡന്റിഫയർ എന്നാ പറയുക. അല്ലാണ്ട് പൈത്തണിൽ ഓൾറെഡി റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ അതിന് നമ്മൾ കീവേഡ് എന്ന് പറയും. ഓക്കെ, സോ പൈത്തണിന് ഓൾമോസ്റ്റ് 35 കീവേഡ്സ് ഉണ്ട്. വേർഷൻ അനുസരിച്ച് ഡിഫറൻസ് വരും. പിന്നെ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, ഈ കാണുന്ന ട്രൂ, CTRUE ഇതൊരു കീവേഡ് ആണ് പൈത്തണിൽ. പക്ഷേ സ്മോൾ TRUE അതൊരു കീവേഡ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കേസ് സെൻസിറ്റീവ് ആണ്. ഒരു ലെറ്റർ മാറിയാൽ അത് കീവേഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കീവേഡ്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കീവേഡിന്റെ ലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് കൊടുത്താൽ മതി കേട്ടോ. ഇമ്പോർട്ട് കീവേഡ് ഡോട്ട് KW ലിസ്റ്റ്. ഓക്കെ, ഇത്രയും കീവേഡ്സ് ആണ് ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിനകത്ത് ഡൗൺലോഡ് ചെയ്തേക്കുന്ന പൈത്തൺ വേർഷനകത്തുള്ളത്. ഓക്കെ.